Hi friends, let's continue the activities of scholarship jacket. Okay, നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാം. ആക്ടിവിറ്റി 1, some words from the story are given in a column A. Match the words in column A with their appropriate meaning in column B. അല്ലെ, രണ്ട് ഭാഗത്തായിട്ട് വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ന്യൂ വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് അല്ലെ, അതൊരു സൈഡിലും അതിന്റെ മീനിങ് ഒരു മറ്റു സൈഡിലും തന്നിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളതാണ് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം, ഫസ്റ്റ് കോളം 1, വാലഡിക്ടോറിയൽ. വാലഡിക്ടോറിയൽ മീൻസ് എന്താണ്? വാലഡിക്ടോറിയൽ മീൻസ് എന്താണ്? ഹയസ്റ്റ് സ്കോർ നേടുന്ന കുട്ടി അല്ലെ. നോക്കാം, എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ ദ ക്ലാസ്. Okay, then agile. Agile means able to move quickly and easily. അല്ലെ, ചുറുചുറുക്കുള്ള അല്ലെ, നല്ല ചൂടും ചൊറിയുള്ള എന്ന് പറയില്ലേ അത്. Then despair means to lose hope. അല്ലെ, നിരാശ അല്ലെ, എന്താണ്? to lose hope അല്ലെ, പ്രതീക്ഷ, നിരാശയൊക്കെ അല്ലെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തി എന്നൊക്കെ പറയുന്ന പോലെ. Then falsify. എന്താണ് falsify? to make false by adding or changing. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തോ ചേഞ്ച് ചെയ്തൊക്കെ റെക്കോർഡിലൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാക്കില്ല മനഃപൂർവ്വം, അതിനാണ് falsify എന്ന് പറയുന്നത്. ഓക്കെ, then resign, രാജിവെക്കുക കേട്ടോ, to give up. then കോയിൻസിഡൻസ് എന്താണ്? യാദൃശികമായിട്ട് സംഭവിക്കുക. ആൻഡ് ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അല്ലെ, അപ്രത്യക്ഷമായിട്ട് യാദൃശികമായിട്ടൊക്കെ കൂട്ടി നമ്മൾ പറയാറില്ലേ, ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചു, അങ്ങനെയുള്ള സംഭവങ്ങൾ. ദെൻ ഫിഡ്ജറ്റ്. ഫിഡ്ജറ്റ് മീൻസ് ടു ബിഹേവ് നെർവസ്ലി, റെസ്റ്റ്ലെസ്ലി അല്ലെ, ഒരു അസ്വസ്ഥത അല്ലെ, ഒരു ഡിസ്റ്റർബ്ഡ്, അതിനൊക്കെയാണ് ഈ ഫിഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്മേ മീൻസ് ലോസ് ഓഫ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ദ ട്രബിൾ അല്ലെ, നിരാശ എന്നൊരർത്ഥത്തിലാണ് ഡിസ്മേ. ദെൻ മസ്റ്റർ, to gather and summon up അല്ലെ, വിളിച്ചു വരുത്തുക, ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ അർത്ഥത്തിലോ. then while means എന്താണ്? disgusting, unpleasant, ഹാപ്പിനെസ് ഇല്ലായ്മ, സന്തോഷമില്ലായ്മ എന്നൊക്കെ പറയില്ലേ അത്. then eavesdrop means to listen secretly private conversation അല്ലെ, ഒളിഞ്ഞിരുന്നിട്ട് കേൾക്കുക. then bean pole. bean pole means a slang for a tall thin person അല്ലെ, മെലിഞ്ഞ വ്യക്തി എന്നൊരർത്ഥത്തിൽ കേട്ടോ, മെലിഞ്ഞ് നീണ്ടു നിൽക്കുന്ന ഒരു വ്യക്തി എന്നർത്ഥത്തിലാണ് bean pole. ക്ലിയർ? then activity 2, write the word that the best complete each sentence. write the word that the best complete the each sentence. you may use the word given in. okay, നോക്കാം, കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ മനസ്സിലാക്കിയ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം, അത് വെച്ചിട്ടാണ് ഈ സെന്റൻസ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെന്റൻസ്, ഡാഷ് പീപ്പിൾ ആർ യൂഷ്വലി ഗുഡ് അത്ലറ്റ്സ് അല്ലെ, ആളുകൾ എന്താണ്? യൂഷ്വലി അവർ നല്ല ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് പറയും? ചൂടും ചൊറിയുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ അതിനാണ് അജൈൽ എന്ന് പറയുന്നത് കേട്ടോ. അജൈൽ പീപ്പിൾസ് ആർ യൂഷ്വലി ഗുഡ് അത്ലറ്റ്സ് അല്ലെ, നല്ല ഉഷാറായിട്ട് ചൂടും ചൊറിയുള്ള ആളുകൾക്ക് നല്ല സ്പോർട്സിനെ പറ്റിയ ബോഡി ഉള്ളവരായിരിക്കും. മാർത്ത ട്രൈഡ് നോട്ട് ടു ഓവർ ദ ബാഡ് ന്യൂസ് അല്ലെ, അവൾ എന്തിനു ശ്രമിച്ചു? അവളെ ആ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി, ആ ബാഡ് ന്യൂസ് അവളെ ഡിസ്മേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവള് ശ്രദ്ധിച്ചു. ഓക്കെ, മാർത്ത ട്രൈഡ് നോട്ട് ടു ബി ഡിസ്മൈഡ് ഓവർ ദ ന്യൂസ്. then third one, what a coincidence, I was in expecting to see you here, the principal said to Martha അല്ലെ, ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല എന്ന് പ്രിൻസിപ്പാള് മാർത്തയോട് പറഞ്ഞു. അത് കോയിൻസിഡൻസ്, ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുക. you could not help but eavesdrop അല്ലെ, she could not help, അവളെ സഹായിക്കാൻ കഴിയില്ല, but eavesdrop, ഒളിഞ്ഞിരുന്നിട്ട് ചെയ്യാം എന്നൊരർത്ഥത്തിൽ. Mr. Smith was not ready to falsify the record to hide the truth. സത്യം മറച്ചു വെക്കാൻ വേണ്ടി, തെറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. The thought that she may lose the jacket was a reason for her. The thought was she may lose the jacket. അവൾ ചിന്തിക്കുകയാണ് ആ ജാക്കറ്റ് നഷ്ടപ്പെട്ടത് was a reason for her despair അല്ലെ, അവളുടെ ആ ഒരു നിരാശയാണ് അവിടെ പറയുന്നത്. The wily comments of Mr. Boone made her upset അല്ലെ, the wily comments അല്ലെ, wily comments ആണ് എന്ത് ചെയ്തത്? നിരാശപ്പെടുത്തിയത് അല്ലെ,
എന്ത് ചെയ്തത്? നിരാശപ്പെടുത്തിയത്. ഓക്കെ, then she couldn't muster enough courage to ask her grandfather for the money. She couldn't muster enough courage to ask her grandfather for the money. അവൾക്ക് ഒരിക്കലും എന്തില്ലായിരുന്നു? അവളുടെ ഗ്രാൻഡ് ഫാദറിനോട് അത് ചോദിക്കാനുള്ളൊരു എന്തില്ലായിരുന്നു? മാസ്റ്റർ അല്ലെ, അതിനുള്ളൊരു സമ്മോൺ അവൾക്ക് ഇല്ലായിരുന്നു. Then activity 3. Read the following sentence from the story. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the students who had maintained the highest grade for 8 years. അല്ലെ, നമുക്കിത് അറിയാം. ദ പാസേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവളുടെ സ്കൂളിൽ പാരമ്പര്യമായിട്ട് വരുന്ന രീതിയിലുള്ളത് എന്താണ്? വാലഡിക്ടോറിയൻ ചെയ്യുന്ന കുട്ടിക്ക്, എല്ലാത്തിനും A+ കിട്ടുന്ന കുട്ടിക്ക് എന്ത് കൊടുക്കായിരുന്നു? ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുമായിരുന്നു എന്നുള്ളത്. ഹയസ്റ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടിക്ക്. Why does the word valedictorian mean? ഈ വേർഡിന്റെ മീനിങ് എന്താണ്? ഹയസ്റ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, എല്ലാ വർഷവും ഹയസ്റ്റ് സ്കോർ കിട്ടുന്ന വ്യക്തി. You can get the meaning of the word from the definition given by the writer. അല്ലെ, നോക്കാം. Look at the example given below and try to find out the meaning of the words highlighted from the conjunctional clues given in the sentence. ഇവിടെ നമുക്ക് താഴെ ഇങ്ങനെ കുറച്ച് വേർഡുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത പുതിയ പുതിയ വേർഡുകളാണ് കേട്ടോ. അപ്പൊ അതിന്റെ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സെന്റൻസ് തന്നിട്ടുണ്ട്. നോക്കാം. Manu is a polyglot. He knows several languages. അല്ലെ, പോളിഗ്ലോട്ട് എന്ന എന്താ നോക്കാം ആദ്യം. സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് സെവറൽ ലാംഗ്വേജ്, ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്കാണ് പോളിഗ്ലോട്ട് എന്ന് പറയുന്നത്. അല്ലെ, ഒന്നിൽ കൂടുതലോ അതിൽ കൂടുതൽ ഭാഷകളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തിക്കാണ് പോളിഗ്ലോട്ട്. അപ്പൊ മനു ആരാണ്? ഒരു പോളിഗ്ലോട്ടാണ്. ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയും, എഴുതാനും പറയാനും വായിക്കാനും ഒക്കെ കഴിയുന്ന ആളുകൾ. ഹി നോസ് സെവറൽ ലാംഗ്വേജ്, അവന് ഒരുപാട് ഭാഷകൾ അറിയാം. അപ്പൊ ഇനി പോളിഗ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം കേട്ടോ. Then the hurricane began as an amorphous mass, a shapeless group of cloud. അല്ലെ, എന്താണ് അവിടെ ആകാശത്ത് നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഒരു പ്രത്യേക ക്ലൗഡ് കാണുന്നുണ്ട്, മേഘങ്ങളുടെ കൂട്ടം കാണുന്നുണ്ട്. അത് എങ്ങനെയുള്ള മേഘങ്ങളാണ് പറയുന്നത്? അമോഫോസ് ആണ്. അമോഫോസ് എന്ന് പറഞ്ഞാല് രൂപമില്ലാത്ത, ഒരു പ്രത്യേക ഷേപ്പ് ഇല്ലാത്ത. ചില വസ്തുക്കൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലെ. ചില വസ്തുക്കൾ ചിലപ്പം സ്ക്വയർ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സർക്കിൾ ആവും, ചിലപ്പോൾ റെക്ടാങ്കിൾ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു പ്രത്യേക രൂപമൊന്നും ഇല്ലാത്ത വസ്തുവിനാണ് ഈ അമോഫോസ് എന്ന് പറയുന്നത്. ഓക്കെ, അമോഫോസ് എന്ന് പറഞ്ഞാല് അമോഫോസ് മീൻസ് ഷേപ്പ്ലെസ് ആയിട്ടുള്ള, പ്രത്യേക രൂപഘടനയൊന്നും ഇല്ലാത്ത. ഓക്കെ, then when I disparaged him, he put me down in the same way. ഞാൻ അവനെ ഡിസ്പരാഗ് ചെയ്തപ്പോൾ അവൻ എന്നെ അതേപോലെ തന്നെ ചെയ്തു. ഡിസ്പരാഗ്ഡ് മീൻസ് പുട്ട് ഡൗൺ ചെയ്യുക, ഒരാളെ അങ്ങ് അടിച്ചു താത്തുക അല്ലെ. ചില ആളെ നമ്മുടെ സ്കൂളിലൊക്കെ സ്ഥിരമുള്ളതാണ്, വാക്കുകൊണ്ട് മനുഷ്യനെ ഇങ്ങോട്ട് അടിച്ചങ്ങ് താത്തും. നമ്മൾ പറയില്ലേ, നമ്മളൊരാളെ പുച്ഛിച്ചിങ്ങോട്ട് ആക്കി പറഞ്ഞ് അതിനിങ്ങോട്ട് പുച്ഛിച്ചിങ്ങോട്ട് താത്തിയിടുക അല്ലെ, വലിച്ചിടുക. വാക്കുകൾ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തളർത്തും ആളുകളെ, അതിനാണ് പറയാം അല്ലെ. നമ്മൾ വാക്കുകൾ കൊണ്ട് ആളുകളെ ഇങ്ങോട്ട് പുച്ഛിച്ച് താത്തി അതിനെ ഇങ്ങോട്ട് തളർത്തി അങ്ങിടും അല്ലെ, എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക്. അങ്ങനെ നമ്മൾ ആളുകളെ ഇങ്ങോട്ട് താഴ്ത്തി ഇങ്ങോട്ട് വലിച്ചിടുക അല്ലെ, വാക്കുകൾ കൊണ്ട് ഇങ്ങോട്ട് താഴ്ത്തി കെട്ടുക. അതിനാണ് നമ്മൾ ഡിസ്പരാഗ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ? She was not simply happy to receive the gift, she was a euphoric. എന്താണത് പറഞ്ഞ? എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്, ഭയങ്കര ഓവർ ഹാപ്പിയും സന്തോഷമൊക്കെ ഉള്ള വ്യക്തിക്കാണ് ഇങ്ങനെ പറയാം. ഷി വാസ് നോട്ട് സിംപ്ലി ഹാപ്പി ടു റിസീവ്, അവർക്ക് വെറും ഒരു ചെറിയ ഹാപ്പിനെസ് മാത്രമൊന്നല്ല ഗിഫ്റ്റിലും കിട്ടുന്നത്. എന്താണ്? ഷി വാസ് യൂഫോറിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നർത്ഥം, അത്രയും ഓവർ ഹാപ്പി ആണ് എന്നർത്ഥം. ദ സ്ലീപ്പ് ക്ലിനിക് ട്രീറ്റ്സ് സൊമാംബുലിസ്റ്റ് പീപ്പിൾസ് ഹു വർക്ക് ഇൻ ദയർ സ്ലീപ്പ്. അല്ലെ, ആ സെന്റൻസിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താണ് ഈ സൊമാംബുലിസ്റ്റ്? നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഫിലിമിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഞാനിങ്ങനെ രാത്രി ഇറങ്ങി നടന്നപ്പോഴാണ് സംഭവിച്ചത്. വൺ ഹു വാക്സ് ഇൻ ഹിസ് ഹെർ സ്ലീപ്പ്. അല്ലെ, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന അസുഖത്തിനാണ് നമ്മൾ സൊമാംബുലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഫിലിമിലൊക്കെ ഒരുപാട് കേട്ടോണ്ട് നമുക്ക് അറിയുന്നുണ്ടാവും അല്ലെ. ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ഒരു ശീലമുള്ള ആളുകൾക്ക് സൊമാംബുലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, then activity 4. Read the following sentence from the story. First one, the principal muttered something. Principal എന്തൊക്കെയോ ഇങ്ങനെ
പിറുപിറുത്തുകൊണ്ട് പറയുന്നുണ്ട്. ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർ ഹിസ് ബ്രെത്ത് he walked under his breath and walked over to the window. എന്തൊക്കെയോ പിറുപിറുത്ത് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ബ്രീത്തിലൂടെ എന്തൊക്കെയോ പിറുപിറുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ വിൻഡോയുടെ നേരെ ഇങ്ങനെ പോവാണ്. Here is a idiom under the breath means speaking very softly or in a low voice. അല്ലെ, ഇവിടെ നിങ്ങൾക്കൊരു ഇഡിയം കാണാം, അണ്ടർ ദ ബ്രീത്ത് അല്ലെ, ബ്രീത്തിനും താഴെ എന്ന് പറയാം. എന്താ നമ്മള് ബ്രത്തിനും താഴെ എന്ന് പറഞ്ഞാല് ഞാൻ സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി ഇൻ എ ഷോ, എന്താ പതുക്കെ പറയാം. നമ്മൾ പറയും മനസ്സിന്റെ ഉള്ളിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ നമ്മൾ പതുക്കെ ഉള്ളിൽ പറയില്ലേ, ചില ആളുകൾക്ക് മനസ്സിലാവില്ല നമ്മൾ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന വേർഡാണ് അണ്ടർ ദ ബ്രീത്ത് എന്ന് പറയുന്നത് അല്ലെ. മനസ്സിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പതുക്കെ സംസാരിക്കുക. ഓക്കെ, ലോ വോയിസിൽ സംസാരിക്കാം. Second one, his face looked as happy and innocent as a baby's, but I knew better. I know do better. Here the idiom knew better. ഇവിടെ ഒരു idiom യൂസ് ചെയ്തിട്ടുള്ളത് knew better ആണ് കേട്ടോ. idioms എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു മീനിങ് ഉണ്ടാവും ആ ഒരു വേർഡിൽ, അതായിരിക്കും കേട്ടോ. നോക്കാം. means to be wise enough to recognize something as wrong or not possible. ഇവിടെ എന്തായിരുന്നു, എനിക്കത് ഓൾറെഡി അറിയാം എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് യൂസ് ചെയ്തത് അല്ലെ. ഓക്കെ, now look at the some more example. നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾ നോക്കാം. the actor cut a sorry figure to make a poor impression അല്ലെ. and the subject is a Greek and the Latin me, new and stranger എന്നർത്ഥം. നോക്കാം, ഇവിടെ സോറി ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. the actor cut sorry figure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുവർ ഇംപ്രഷൻ. ആക്ടർ, ആ നടി നമുക്ക് എന്തുണ്ടാക്കാണ്, ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു റോള് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. അതിനാണ് സോറി ഫിഗർ എന്ന് പറയുന്നത് കേട്ടോ. then the subject is a Greek and the Latin me. the subject is Greek and Latin me. ആ സബ്ജക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗ്രീക്കും ലാറ്റിനും പോലെ തോന്നുന്നു. സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ മീ എന്ന് പറഞ്ഞാല് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ മീ എന്ന് പറയുന്ന വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതൊരു ഇഡിയമാണ് കേട്ടോ. സ്ട്രേഞ്ച് ആണ്, പരിചയമില്ലാത്ത വാക്ക് അല്ലെ. എനിക്ക് പരിചയമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയാനാണ് നമ്മൾ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, then third one, I'm at my wits end on how to make some money, puzzled അല്ലെ. കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അർത്ഥത്തിലാണ് കേട്ടോ. എനിക്ക് കൺഫ്യൂഷൻസ് ആയി എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ ഇഡിയം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. when a crisis comes you must rise to the occasion അല്ലെ. എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റൈസ് ടു ദ ഒക്കേഷൻ ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഒക്കേഷൻ റൈസ് ചെയ്യും എന്ന് പറഞ്ഞാല് പെർഫോം വൺസ് ഓൺ റോൾ വെൽ അല്ലെ. നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ ആ റോൾ അങ്ങോട്ട് തകർത്ത് ചെയ്തിട്ട് അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ആ റോള് നമ്മൾ ആ പ്രോബ്ലംസിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റോള് നന്നായിട്ട് ചെയ്യും എന്നൊരർത്ഥത്തിലാണ് ആ ഇഡിയം യൂസ് ചെയ്തിട്ടുള്ളത്. the principal are rising my leaps and bounds അല്ലെ. എന്താണ്, പെട്ടെന്ന് എന്നൊരു മീനിങ്ങിലാണ് കേട്ടോ. the princess are rising by leaps and bounds ആണ് പെട്ടെന്ന്, റാപ്പിഡ്ലി. then at the 11th hours he decided to apply for the post. അല്ലെ. അങ്ങനെ 11th hours എന്ന് പറഞ്ഞാല് 11th hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 11th 11ാമത്തെ സമയം എന്ന് ഉദ്ദേശിച്ചത് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്, അവസാന നിമിഷം എന്ന് പറയാനാണ് 11th hours എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ കേട്ടോ. അറ്റ് 11th hours എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ്, ആ ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാനത് ചെയ്തത് എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടിയിട്ടാണ് അറ്റ് 11th hours എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then if you work by fits and start you won't succeed അല്ലെ. by fits and start എന്താ, അൺസ്റ്റഡി ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെ. അൺസ്റ്റഡി ആയിട്ട് വർക്ക് ചെയ്താൽ യു വോണ്ട് സക്സീഡ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിനക്ക് സക്സസ് ആവാൻ കഴിയില്ല. അൺസ്റ്റഡി പറഞ്ഞാൽ എന്താ, വലിയ മെച്ചമില്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഒരു സ്ഥിരമല്ലാത്ത രീതിയിൽ അല്ലെ, അൺസ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, സക്സസ് ആകാൻ കഴിയില്ല. അതുകൊണ്ട് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ, അൺസ്റ്റഡിലി എന്ന അർത്ഥത്തിൽ കേട്ടോ. then I will stand by you through thick and thin. തിക്ക് ആൻഡ് തിൻ അല്ലെ. ഞാൻ എങ്ങനെയാണ് തിക്ക് ആൻഡ് തിൻ ആയിട്ട് അല്ലെ, തിക്കും അതേപോലെ തിന്നുമായിട്ട് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ഡ്യൂറിങ് ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് എന്ന് പറയും അല്ലെ. രണ്ടും ഉണ്ട്, ഐ മീൻ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് അല്ലെ.
നല്ലപോലെ തിക്കുവാണ്, എന്നാൽ തിന്നുവാണ് അല്ലെ, നല്ല കട്ടിയുണ്ട്, അതേപോലെ മെലിഞ്ഞിട്ടുവാണെന്ന് പറയുമ്പോ എന്താണ്, ഞാൻ നല്ല ഗുഡും ബാഡും ആയിട്ടുള്ള സമയത്തിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇഡിയമാണ് തിക്ക് ആൻഡ് തിൻ. തിക്ക് ആൻഡ് തിൻ പറഞ്ഞാല് നല്ല സാഹചര്യവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെയും പോകുന്നു എന്ന് പറയാൻ യൂസ് ചെയ്യുന്ന ഇഡിയമാണ് കേട്ടോ. അപ്പൊ ഇഡിയംസ് ഇങ്ങനെ 1-2 വേർഡ്സിലൊന്നും ഇഡിയംസ് തീരില്ല, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. Given below are sentence which contains certain idiomatic expression. Read the sentence and write the meaning of the idioms. അല്ലെ, ഇനി കുറച്ച് ഇഡിയംസ് താഴെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. We can argue on the issue till the cows come home. അല്ലെ, നമുക്ക് ആ ഇഷ്യൂ ആർഗ്യൂ ചെയ്യാം, പശുക്കൾ വീട്ടിൽ വരുന്ന പോലെ. എന്താ അങ്ങനെ പറയാം അല്ലെ, ഫോർ എ വെരി ലോങ് ടൈം അല്ലെ, ഒരുപാട് ടൈം എടുത്തിട്ട് എന്നാണ്, ഒരുപാട് ടൈമിന് ശേഷം, ഒരുപാട് നാളിന് ശേഷം എന്നൊക്കെ പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ദ കൗസ് കംസ് ഹോം എന്ന് പറയുന്ന ഇഡിയംസ്. അല്ല പശു വീട്ടിൽ വന്നു എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ, ഫോർ എ വെരി ലോങ് ടൈം എന്നാണ് ഉദ്ദേശിച്ചത്. ഹോ ഇറ്റ്സ് റൈനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് അല്ലെ, എന്താണ് ഹോ, മഴ എങ്ങനെയാണ് പൂച്ചനെയും ഡോഗിനെയും പോലെ അല്ലെ, പട്ടികളെയും പൂച്ചകളെയും പോലെ മഴ പെയ്യുന്നു എന്ന് പറയൂല. അപ്പൊ അതെന്താണ്, ഇഡിയമാണ് കേട്ടോ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് പറഞ്ഞാൽ റെയിനിങ് ഹെവിലി, നന്നായിട്ട് മഴ പെയ്യുന്നതിനാണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് യൂസ് ചെയ്യുന്നത്. ദെൻ രാധിക വാസ് ടിങ്കിൾഡ് പിങ്ക് ബൈ ദ ഗുഡ് ന്യൂസ് അല്ലെ, ടിങ്കിൾഡ് പിങ്ക്, രാധിക വാസ് ടിങ്കിൾഡ് പിങ്ക് ദ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഡിലൈറ്റഡ്, എക്സൈറ്റഡ്, ഹാപ്പി ആയി അല്ലെ എന്നൊരർത്ഥത്തിലാണ് കേട്ടോ. ദിസ് ഡ്രസ് കോസ്റ്റ്യൂം ആൻഡ് ആം അൺലൈക്ക് അല്ലെ, എക്സസീവ്ലി ഹൈ പ്രൈസ് എന്ന് പറയാനാണ് കേട്ടോ, നല്ല വിലയുള്ള സാധനമാണ് എന്ന് പറയാനാണ് ആൻഡ് ആം അൺലൈക്ക് എന്ന് പറയുന്നത് കേട്ടോ, കൈ മുതൽ കാല് വരെ എന്നൊരർത്ഥത്തിലാണ് കേട്ടോ. Then we all are in the same boat. നമ്മൾ എല്ലാവരും സെയിം ബോട്ടിലാണ് പറഞ്ഞത് എന്താ, the same difficult circumstances. നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് ഒരേ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെ തന്നെയാണ് എന്ന് പറയാനാണ് the all are in the same boat എന്ന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? Then I will clean the toilet when pigs fly. ഞാൻ ഈ ടോയ്ലറ്റ് എങ്ങനെ പിഗ്സ് ഫ്ലൈ ചെയ്യും പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താ പന്നികൾ പറക്കെ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. അത് ഇഡിയംസ് ആണ്. ഇഡിയംസ് പറഞ്ഞാൽ മീനിങ്ങുമായിട്ട് ആ സെന്റൻസിന് ഒരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, സോ ദ വേ ഓഫ് സേയിങ് ദാറ്റ് സംതിങ് വിൽ നെവർ ഹാപ്പൻ, അത് ഉദ്ദേശിച്ചത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പന്നിയോട് പറക്കൂ, ഒരിക്കലും പിഗ് പറക്കൂല്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇഡിയമിന്റെ മീനിങ് എങ്ങനെ വരുന്നത് വെച്ചാൽ ദ വേ ഓഫ് സേയിങ് ദാറ്റ് സംതിങ് വിൽ നെവർ ഹാപ്പൻ, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നല്ല, ഒരിക്കലും ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നില്ല, ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ ആ വെൻ പിഗ്സ് ഫ്ലൈ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ വരുന്ന ആക്ടിവിറ്റീസ് അല്ലെ. ഇഡിയംസ് ഉണ്ട്, ഒരുപാട് ന്യൂ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഡയറി, ലെറ്റർ അല്ലെ, അതുപോലെ ഇനി കോൺവെർസേഷൻസ്, ഇതെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. കാരണം ടീച്ചേഴ്സ് തമ്മിലുള്ള സംഭാഷണം ഉണ്ടെങ്കിലും അത് കേട്ടതിന് ശേഷം ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നത്, ഗ്രാൻഡ് മദറിനോട് പറയുന്ന സംഭാഷണങ്ങള്, പ്രിൻസിപ്പാളിനോട് പറയുന്ന ഒരുപാട് സംഭാഷണങ്ങൾക്കുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ കോൺവെർസേഷൻ ഉണ്ട്, ലെറ്റർ ഉണ്ട്, ഡയറി എഴുതാം അല്ലെ, അവരുടെ വീട്ടിൽ അന്നത്തെ ദിവസത്തെ പോയിട്ടുള്ള അന്നത്തെ എക്സ്പീരിയൻസ് അല്ലെ, അത് പ്രിൻസിപ്പാൾ പറഞ്ഞ ദിവസത്തെ ഹാപ്പിനെസിന്റെ എഴുതാം, സാഡ് ആയിട്ടുള്ള ഒരു ദിവസം വന്നപ്പോ അതിനെ കുറിച്ചും എഴുതാം അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റീസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനൊക്കെ ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ, ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കുക, അതിനെ കുറിച്ച് ഒരു തീം ഉണ്ടാവണം കേട്ടോ. നമുക്ക് ഇത്രയും വലിയ ചാപ്റ്റർ മനസ്സിലാക്കാതെ ഒരു 2-3 പേജ് എഴുതുന്നതിലേക്ക് ഒരു നല്ല നരേഷന്, അത് ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ചെറിയ തീം വരുന്ന രീതിയിൽ ആ സ്റ്റോറി ഒന്ന് ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ എഴുതി വെച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എന്ത് വന്നാലും അതിന്റെ ഉള്ളിലോട്ട് ആ ചാപ്റ്റർ എന്നുള്ള കണ്ടന്റ് എടുത്ത് എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കും. സോ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവരും നല്ലപോലെ പഠിക്കാം. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.